കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്ന സമ്പ്രദായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പിലാക്കി വരുന്നതെന്ന രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി വി.സി. കബീർ. ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയിൽ പങ്കെടുക്കുവാൻ കായംകുളത്ത് എത്തിയതായിരുന്നു അദ്ദേഹം. മുക്കിന് മദ്യശാലകൾ തുറക്കുന്ന നടപടികളും നിർത്തിവെക്കണമെന്നും കുടിപ്പിച്ച് സമൂഹത്തെ ഇല്ലാതാക്കുന്ന സർക്കാരിന്റെ നടപടിക്ക് അറുതി വരുത്തണമെന്നും മുൻമന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷനുമായ വി.സി. കബീർ പറഞ്ഞു. ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി യാത്രയിൽ പങ്കെടുക്കുവാൻ കായംകുളത്ത് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിൽ ഒരു ശൈലിയുണ്ട്, കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവും എന്ന് മുത്തശ്ശിമാർ പറയാറുണ്ട്. അതുപോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളെ കുടിപ്പിച്ച് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് സമീപ ദിവസങ്ങളിലെ തീരുമാനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 11 മദ്യം വാറ്റുന്ന ഉപകരണം, വലിയ മദ്യശാലകളുണ്ട്. മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. കൂടാതെ 8 മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കൊണ്ടുവന്ന് കുപ്പിയിലാക്കുന്ന ഏർപ്പാടുകളുമുണ്ട്. അപ്പോൾ 11 19 മദ്യം ഇറക്കുമതി ചെയ്യുന്ന, മദ്യം വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് C.K. വിജയകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി A.J. ഷാജഹാൻ, കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൈനാരത്ത് റഷീദ്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി A. സലീം, ഗാന്ധി ദർശൻ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി വലിയപറമ്പിൽ, മുനിസിപ്പൽ കൗൺസിലർ സുമിത്രൻ, A. കുഞ്ഞുമോൻ, ഹക്കീം വള്ളിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കായംകുളത്ത് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നൈനാരത്ത് മുഹമ്മദ് കുഞ്ഞിനെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.